നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി ഇൻ ടി പാരാമീറ്റേഴ്സ് ഓർ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് അഥവാ ABCD പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ഇക്വേഷൻസ് ചെയ്താൽ ABCD പാരാമീറ്റേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് V1 ഈക്വൽ ടു AV2 മൈനസ് BI2, I2 ഈക്വൽ ടു CV2 മൈനസ് DI2. ഇത് രണ്ടുമാണ് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഓർ ABCD പാരാമീറ്റേഴ്സിൻ്റെ ബേസിക് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ, നമുക്ക് ആദ്യം റെസിപ്രോസിറ്റി ആണല്ലോ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് V1 ആണ്, ഔട്ട്പുട്ട് പോർട്ടിന് ഷോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, അതായത് V2 എന്തായി, 0 ആയി. ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് B2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. പകരം എന്തുണ്ട്, ഔട്ട്പുട്ട് പോർട്ടിൽ കറണ്ട് I2 ഉണ്ട്, ഇൻപുട്ട് പോർട്ടിൽ V1 I1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ I1 ആണ് കേട്ടോ, ബേസിക് ഇക്വേഷനിൽ V1ഉം I1ഉം ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് V2 0 കൊടുത്ത് നോക്കാം ഫസ്റ്റ് ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, ഇപ്പോൾ V1 ആണ് എന്ത് നമ്മുടെ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ സോഴ്സ് നിൽക്കുന്നത്. V1 ഈക്വൽ ടു മൈനസ് BI2 എന്ന് കിട്ടും, അതായത് I2 ബൈ V1 ഈക്വൽ ടു മൈനസ് 1/B എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ നമ്മൾ എക്സൈറ്റേഷൻ ഇൻപുട്ട് പോർട്ടിൽ കൊടുത്തിട്ട് ആ സമയത്തുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആരാണ്, I2 എന്ന് പറഞ്ഞ കറണ്ടാണ്. സോ I2 ബൈ V1 എന്ന് പറഞ്ഞ റേഷ്യോ നമുക്ക് മൈനസ് 1/B എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇനി റെസിപ്രോസിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർചേഞ്ച് ചെയ്യണം. എക്സൈറ്റേഷനും റെസ്പോൺസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് പോർട്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ആ സോഴ്സ് നമ്മൾ എങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാണ്, ഔട്ട്പുട്ട് പോർട്ടിലേക്ക് കൊടുക്കാൻ പോവാം. അതായത് V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവാണ്. കൺസിഡർ, അപ്പോൾ ആ സമയത്ത് ഏത് കറണ്ട് കണ്ടുപിടിക്കണം, I1 കാണണം. അപ്പോൾ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പോകണം ഇൻപുട്ട് പോർട്ട്. കൺസിഡർ ഇൻപുട്ട് പോർട്ട് ടു ബി ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് V1 എന്താവും, 0 ആവും. പകരം നമ്മളിപ്പോൾ എക്സൈറ്റേഷൻ നേരത്തെ V1 ഉണ്ടായിരുന്ന എക്സൈറ്റേഷൻ എടുത്ത് V2ലേക്ക് കൊടുത്തു, എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് I1 ആണ് ഇനി കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, V1 0 ആണെങ്കിൽ 0 ഈക്വൽ ടു AV2 മൈനസ് BI2 എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് I1 ഈക്വൽ ടു CV2 മൈനസ് DI2 എന്ന് കിട്ടും. ഇനി ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് I2 എന്താണെന്ന് നോക്കാം. I2 എന്താവും, മൈനസ് BI2 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് BI2 ആയിരിക്കും. BI2 ഈക്വൽ ടു AV2 എന്ന് കിട്ടും. അപ്പോൾ I2 ഈക്വൽ ടു AV2 ബൈ B എന്ന് കിട്ടും. ആ കിട്ടിയ I2 ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I1ൻ്റെ ഇക്വേഷനിൽ CV2 മൈനസ് DA ബൈ B V2, അതായത് I1 ഈക്വൽ ടു V2 ഇൻറ്റു V2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് LCM എടുക്കാം, BC മൈനസ് AD ബൈ B അല്ലേ. BC മൈനസ് DA എന്ന് പറഞ്ഞാൽ AD എന്ന് പറഞ്ഞാൽ സെയിം ആണ്. BC മൈനസ് AD ബൈ B എന്ന് പറയുന്നതാണ് LCM വരിക, അതേ ഇൻറ്റു V2 ആണ് I1. ഇനി ടു സാറ്റിസ്ഫൈ ദ റെസിപ്രോസിറ്റി കണ്ടീഷൻ. അപ്പോൾ നമുക്ക് റെസിപ്രോസിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരുന്നു, കൺസിഡർ V1 ഈക്വൽ ടു V2. നമ്മൾ കൊടുക്കുന്ന എക്സൈറ്റേഷൻസ് രണ്ടും ഈക്വലാന്ന് വിചാരിക്കാം. ആദ്യം നമ്മൾ ഇൻപുട്ട് പോർട്ടിൽ എക്സൈറ്റേഷൻ കൊടുത്തപ്പോഴുള്ള V1ഉം രണ്ടാമത്തെ കേസിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തല്ലോ, അതേ എക്സൈറ്റേഷനാണ് V2 എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആ രണ്ട് എക്സൈറ്റേഷൻസ് ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് അതിന് മുമ്പായിട്ട് ഒരു റിലേഷനും കൂടി എടുക്കാം. I1 ബൈ V2 ഈക്വൽ ടു, ഞാനൊരു നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്ത് എനിക്ക് എന്തെന്ന് വരും, AD മൈനസ് BC എന്നോ അല്ലേ. അതായത് BC മൈനസ് AD ആയിരുന്നു, ഇപ്പോൾ നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്താൽ എന്താവും, AD മൈനസ് BC ബൈ B എന്നോ. ഇനി നമുക്ക് റെസിപ്രോസിറ്റി ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസിഡർ V1 ഈക്വൽ ടു V2, രണ്ട് എക്സൈറ്റേഷൻസ് ഈക്വൽ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ തേർഡ് വൺ, ഇത് ഇക്വേഷൻ ഫോർത്ത് വൺ. അപ്പോൾ തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻസ് നോക്കാം. ഇവിടെ V1ഉം V2 ലെഫ്റ്റ് സൈഡിലത്തെ ഡിനോമിനേറ്റേഴ്സ് ഞാൻ സെയിം ആക്കി, അപ്പോൾ രണ്ട് വോൾട്ടേജും സെയിം ആയി. ഇനി ഒരു ഇക്വേഷൻ്റെ ഇത് സെയിം ആവണമെങ്കിൽ ലെഫ്റ്റ് സൈഡ്സ് ഈക്വൽ ആവണം, ലെഫ്റ്റ് സൈഡ്സ് രണ്ടും ഈക്വൽ ആയിരിക്കണം, അതുപോലെ രണ്ട് റൈറ്റ് സൈഡ്സും തമ്മിൽ ഈക്വലൈസ്ഡ് ആവണം. എങ്കിലാണ് നമ്മളൊരു ഇക്വേഷൻ ടോട്ടലി സിമിലർ ആണ് അല്ലെങ്കിൽ സെയിം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ഈക്വലായി.
എക്സൈറ്റേഷൻസ് ഈക്വലായി. അങ്ങനെയാണെങ്കിൽ റെസ്പോൺസ് ആണ് ആര്? ആദ്യത്തെ കേസിലെ റെസ്പോൺസ് I2, രണ്ടാമത്തെ കേസിലെ റെസ്പോൺസ് I1 ആണ്. അപ്പോൾ ഈ I2 I1 ഈക്വൽ ആവുന്നതാണ് റെസിപ്രോസിറ്റി കണ്ടീഷൻ. അപ്പോൾ I2 I1 കൂടെ ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? റൈറ്റ് സൈഡ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ റൈറ്റ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -1/b ഈക്വൽ ടു -(AD-BC)/B എന്നുള്ള കണ്ടീഷൻസാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് സൈൻസ് ഉണ്ട്. അത് രണ്ടും ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേപോലത്തെ ടേംസ് വരികയാണെങ്കിൽ, സൈൻസ് വരികയാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ രണ്ട് -(1/b) എന്നുള്ള ടേം രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 1 ഈക്വൽ ടു AD-BC ഓർ AD-BC ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ കിട്ടും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ AD-BC എന്നുള്ള ടേമിനെ നമുക്ക് ഒന്നും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഡിറ്റർമിനൻ്റ് ആയിട്ട് എടുക്കാം. ABCD ആണ് പാരാമീറ്റേഴ്സ്. ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെ 4 എണ്ണം ABCD. ഡിറ്റർമിനൻ്റ് ABCD എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ ഡിറ്റർമിനൻ്റ് എടുക്കും ഒരു മെട്രിക്സിൻ്റെ. ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, മൈനസ്, പിന്നെ ഈ രണ്ട് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എന്തെന്ന് കിട്ടും? AD-BC എന്ന് കിട്ടും. ഇത് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഇൻ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ABCD പാരാമീറ്റേഴ്സ് ഈക്വൽ ടു 1 ആയിരിക്കണം, ഓർ AD-BC ഈക്വൽ ടു 1 ആയിരിക്കണം. അതാണ് ഒരു ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി നോക്കി. ഇനി നമുക്ക് എന്തായിരിക്കും നെക്സ്റ്റ്? കണ്ടീഷൻ ഫോർ സിമ്മെട്രി. നമുക്കിനി കണ്ടീഷൻ ഫോർ സിമ്മെട്രി നോക്കാം. അപ്പോൾ ആ ബേസിക് ഇക്വേഷൻസ് ഓർമ്മ വേണം, V1 I1ഉം. അത് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ കണ്ടീഷൻ ഫോർ സിമ്മെട്രി എടുക്കാൻ പോകുന്നത് സെറ്റ് പാരാമീറ്റേഴ്സിൻ്റെ ബേസിസിലാണ്. Consider the conditions for symmetry in set parameters. അപ്പോൾ സെറ്റ് പാരാമീറ്റേഴ്സിലെ കണ്ടീഷൻസിൽ നിന്ന് വേണം നമുക്ക് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെ കണ്ടീഷൻ ഫോർ സിമ്മെട്രി ഡെറൈവ് ചെയ്യാം. കണ്ടീഷൻ എന്തായിരുന്നു? സെറ്റ് പാരാമീറ്ററിൽ Z11 ഈക്വൽ ടു V1/I1 ഗിവൺ I2 ഈക്വൽ ടു 0. സെയിം കണ്ടീഷൻ എടുക്കുക ഇവിടെയും. V1/I1 എടുക്കുക. V1 എന്തായിരുന്നു? AV2 മൈനസ് BI2, അതാണ് V1, ഡിവൈഡഡ് ബൈ I1ൻ്റെ സ്ഥാനത്ത് CV2 മൈനസ് DI2. ഇനി ഇതിൽ ഗിവൺ I2 ഈക്വൽ ടു 0 എന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസിൽ എവിടെയാണോ I2 ഉള്ളത് അതൊക്കെ 0 ആക്കുക. I2 രണ്ടും 0 ആക്കുമ്പോൾ ബിയും പോവും, ഡി എന്നുള്ള ടേമും പോവും. അപ്പോൾ നമുക്ക് AV2/CV2 എന്ന് കിട്ടും. ഇനി ഇതിൽ V2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് A/C എന്ന് കിട്ടും. Z11 നമുക്ക് Z11 കിട്ടി. ഇതേപോലെ Z22 നോക്കണം അല്ലേ? കണ്ടീഷൻ ഫോർ സിമ്മെട്രി ഇൻ സെറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് Z11 ഈക്വൽ ടു Z22 എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് Z22 നോക്കാം. Z22 ഈക്വൽ ടു V2/I2 ഗിവൺ I1 ഈക്വൽ ടു 0. V2/I2 ഗിവൺ I1 ഈക്വൽ ടു 0. നമുക്ക് V2 I2 വരുന്ന ഇക്വേഷനെ നോക്കാം. അല്ല, I1 ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ I1ൻ്റെ ഇക്വേഷൻ നോക്കാം. I1 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 ഈക്വൽ ടു CV2 മൈനസ് DI2. അതിൽ നിന്ന് CV2 ഈക്വൽ ടു മൈനസ് DI2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് DI2 എന്നാവും. ഇതിൽ നമുക്ക് എന്ത് റിലേഷൻ എടുക്കണം? V2/I2 ഈക്വൽ ടു D/C. അപ്പോൾ V2/I2 ഈക്വൽ ടു D/C എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടീഷനായി Z11 കിട്ടി, Z22 കിട്ടി. അപ്പോൾ കണ്ടീഷൻ ഫോർ സിമ്മെട്രി എന്ന് പറയുന്നത് Z11 ഈക്വൽ ടു Z22 ആണ് സെറ്റ് പാരാമീറ്റർ. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെയും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ Z11ൻ്റെ പ്ലേസിൽ A/C വരും, Z22ൻ്റെ പ്ലേസിൽ ഇതാണ് നമ്മുടെ Z22, ഇത് D/C എന്ന് വരും. ഇനി ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, അതായത് സിയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കണ്ടീഷൻ കിട്ടും? Therefore കണ്ടീഷൻ ഫോർ സിമ്മെട്രി എന്ന് പറയുന്നത് A ഈക്വൽ ടു D ആണ്.
അപ്പോൾ കണ്ടീഷൻ ഫോർ സിമെട്രി ഈസ് ഗിവൺ ബൈ എ ഈക്വൽ ടു ഡി. അപ്പോൾ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1 ആയിരുന്നു. അതുപോലെ കണ്ടീഷൻ ഫോർ സിമെട്രി എന്ന് പറയുന്നത് എ ഈക്വൽ ടു ഡി ആണ്. ഇതാണ് എ ബി സി ഡി പാരാമീറ്റേഴ്സ് ഓർ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഡെറിവേഷൻസ്. നമുക്ക് 1 മോർ പാരാമീറ്റേഴ്സും കൂടി എച്ച് പാരാമീറ്റർ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എച്ച് പാരാമീറ്റേഴ്സിൻ്റെ ഇതുപോലെ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.